നമസ്കാരം. കോയിഫിഷ് കേരളയിൽ നിന്നാണ്. നമ്മൾ നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ കോയിഫിഷ് ഹോബിസ്റ്റുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ബ്രീഡിങ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നത്. അപ്പോൾ നമ്മൾ മലയാള മനോരമ കൃഷിയിലൊക്കെ നമ്മുടെ ലേഖനങ്ങളൊക്കെ വരാറുണ്ട് കോയിഫിഷ് ഹൗസ് കേരള എന്നുള്ള പേരിൽ തന്നെ. അതിലപ്പുറം നമ്മൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് കോയിഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുക, നാച്ചുറൽ ബ്രീഡ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുകയാണ് ഈ വീഡിയോയിൽ. ഇതിൻ്റെ അവസാനം വരെ കാണണം നിങ്ങൾ, കാരണം ഇത് 2-3 പാർട്ടായിട്ടാണ്. കുട്ടികൾ നമ്മൾ ബ്രീഡിങ്ങിന് ശരിയാക്കി വെക്കുന്ന അതുവരെയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ മറ്റൊരു പാർട്ടായിട്ടാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയും പരിപാലിക്കുന്നതും മറ്റൊക്കെ ആയിട്ട് പിന്നീട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോയിഫിഷിനെ നാച്ചുറൽ ബ്രീഡിങ്ങിലേക്ക് തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നല്ലൊരു ബ്രീഡ് സെലക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ കൊഹാക്കു എന്ന് പറയുന്ന റെഡ് ആൻഡ് വൈറ്റിൽ പെടുന്നതിനെയാണ് നമ്മൾ ബ്രീഡിങ്ങിന് സെലക്ഷൻ ചെയ്തിട്ടുള്ളത്. ഒരു ഫീമെയിൽ 2 മെയിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ബ്രീഡ് ഫീമെയിൽ എങ്ങനെയാണ്, മെയിലിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചാനൽ നോക്കിയാൽ മതി. ഇത് നമ്മൾ പ്രത്യേകം പിടിച്ചിട്ട് നമ്മളെ ബ്രീഡിംഗ് പോണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബ്രീഡ്, ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് പോണ്ട്. മനസ്സിലായല്ലോ. ഇതിൽ കുളവാഴയാണ്, അതിൽ നല്ല വേരുകൾ അടിയിലേക്കുണ്ടാകും. അതാണ് നമ്മൾ ബ്രീഡിംഗ് പർപ്പസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ടെമ്പറേച്ചർ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. മെല്ലെ നമ്മൾ ബ്രീഡിംഗ് ബോക്സിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ പോണ്ടിൽ നമ്മൾ എക്സ്ട്രാ ഫിൽട്രേഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തീറ്റയൊന്നും കൊടുക്കുന്നില്ലല്ലോ. എയറേഷനാണ് മസ്റ്റായിട്ട് നമ്മളിതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രീഡിങ്ങിന് ഇട്ടാൽ നാളെ രാവിലെ ഒരു 4 മണി 5 മണിക്കാണ് ബ്രീഡിംഗ് പർപ്പസ് ഇവർ തുടങ്ങാറ്. അപ്പോൾ ഞാനിത് അതുവരെ നിന്ന് എടുത്ത വീഡിയോസാണ് ഇത്. ഇപ്പോൾ ബ്രീഡിങ്ങിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് ഇപ്പം നമ്മൾ പോണ്ടിലേക്ക് ഇറക്കിയപ്പോഴുള്ള ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇപ്പം കണ്ടല്ലോ നിങ്ങൾ, അതിൻ്റെ മേറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അവർ. ഇത് ശരിക്കും ഒരു ഫീമെയിൽ 2 മെയിൽ എന്നുള്ള നിലയിലാണ് മേറ്റിംഗ് നടക്കാറ്. അപ്പോൾ ഫീമെയിൽ സെൻട്രലായിട്ടും 2 വശത്തും മെയിൽ വന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ വാല് കൊണ്ട്. അതിൻ്റെ മറ്റുള്ള ശരിയായ ഡീറ്റെയിൽസ് പറയുന്നില്ല, എന്നിരുന്നാലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. നമ്മൾ ഈ ബ്രീഡിങ്ങിന് വെള്ളം റെഡിയാക്കുമ്പോൾ നമ്മൾ മെത്തലിൻ ബ്ലൂ കലക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഫംഗസുകളും മറ്റും വരണ്ട, വന്നതിന് ശേഷം കുട്ടികൾക്ക് അതിൽ ഫംഗസ് ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട്. അതാണ് വെള്ളം ഒരു നീല നിറത്തിൽ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ന് ബ്രീഡിങ്ങിന് ഇട്ടാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിരാവിലെ മേറ്റ് ചെയ്യും. മുട്ട കാണാൻ പറ്റും നമുക്ക്. ഇതുപോലെ നമുക്ക് മുട്ട കാണാൻ പറ്റും. വേരിൽ പറ്റി പിടിച്ചിരിക്കുന്ന തരത്തിലായിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഒരു 3 മണി സമയത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മേറ്റിംഗ് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു 3 മണിക്ക് നമ്മൾ ഈ പാരൻസിനെ ഇതിൽ നിന്ന് മാറ്റണം. പാരൻസിനെ മാറ്റുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മുട്ടകളാണ് എടുത്ത് കാണിക്കുന്നത്. വീഡിയോ ക്ലിയർ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 മണി സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പോണ്ടിൽ നിന്ന് തിരിച്ച് പാരൻസിനെ പിടിച്ച് തിരിച്ച് നമ്മുടെ മദർ പോണ്ടിലേക്ക് തന്നെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ടെമ്പറേച്ചർ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കവറിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ മദർ പോണ്ടിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് മെല്ലെ അങ്ങ് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. ഈ പാർട്ടിൽ നമ്മൾ ഇത് മാത്രമാണ് കാണിക്കുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ കുറവ് കാരണം ചുരുക്കി പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി
പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇനി ഇതിൻ്റെ കുട്ടികളുണ്ടാകുന്നതും മറ്റു ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. താങ്ക്